ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ഗൈസ്. എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇതാ ഞാനൊക്കെയും കൂടി നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ, മോളായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ എന്താ വിചാരിച്ച് കുറച്ചിങ്ങനെ നടക്കുക, എന്നിട്ട് മോൾക്ക് എന്തെങ്കിലുമൊക്കെ മോൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ചെറിയ ഇത് ഓപ്പൺ ചെയ്തത് വലിയ സൈസാണ് കേട്ടോ അവിടെ ഉള്ളത്. ചെറിയ സൈസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ കുറേ കാലമായി വിചാരിക്കണം ഇങ്ങനത്തെ ഒക്കെ ഒന്ന് മേടിക്കണം. അപ്പോൾ ഇക്ക സമ്മതിച്ചില്ല കേട്ടോ. ഇക്ക് ഇപ്പോൾ മേടിക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മേടിക്കുക. അപ്പോൾ ഒരു എന്താ പറയുക, അവളൊന്ന് വലുതായിക്കോട്ടെ, ഈ ഓരോന്ന് കാട്ടണ്ട പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഹെയർ ബെൻസൊക്കെ നോക്കി. അപ്പോൾ നോക്കുമ്പോൾ അതൊക്കെ സെയിം കളറ് സെയിം പീസ് രണ്ട് പീസ് ആയിട്ട് എടുക്കണം കേട്ടോ. അപ്പം ഞാനിക്കാനോട് പറഞ്ഞ അതിലിപ്പോൾ എന്ത് കഥയുള്ളത് വേണ്ട പറഞ്ഞു. കാരണം എല്ലാതും ഓരോരോ പീസാണ് കേട്ടോ ഉള്ളത്. എല്ലാതും അതായത് വൈറ്റ് 2 ബ്ലൂ 2 യെല്ലോ 2 അങ്ങനെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് വേണ്ട. അങ്ങനെ ഞങ്ങൾ വേറെയും കുറേ നോക്കി. ഞാൻ മേക്കപ്പ് ബ്രഷൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ജസ്റ്റ്. പിന്നെ ഗെയ്സ് ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾ കുറേ കാലം ആഗ്രഹിച്ചിട്ടുണ്ടോ. ഞങ്ങൾ എപ്പോഴും ഈ ടോയ്സിൻ്റെ സെക്ഷനിൽ കൂടെ പോകുമ്പോൾ ഞാൻ ഇക്കനെ പറയും, നമുക്ക് എന്നാണ് ഇക്ക, നമ്മളെന്താ ചെയ്യുക, നമ്മളെന്നാ ബേബിക്ക് വാങ്ങുക, നമുക്കെന്നാ ബേബി ആവുക എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇക്ക പറയും ഇൻഷാ അല്ലാ എപ്പോഴും പറയും കേട്ടോ. അപ്പോൾ മാഷാ അല്ലാ ഞങ്ങളെ ബേബിക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ട്രോളി ഫുള്ളും നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്ക പറഞ്ഞ് ഏതെങ്കിലും ഇപ്പോൾ അവൾക്ക് പറ്റുന്ന 2 എടുക്കുക, പിന്നെ നമ്മളിപ്പോൾ റൂം ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ റൂം ഷിഫ്റ്റിങ് കഴിഞ്ഞിട്ട് നമുക്ക് അവൾക്ക് നന്നായിട്ട് കളിക്കണത് അവൾക്ക് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളായിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാലും എനിക്ക് സമാധാനമില്ല. അപ്പം അങ്ങനെ എഞ്ചുമ്മിയാണെങ്കിലോ അവൾക്ക് കണ്ടതൊക്കെ വേണം കണ്ട. അപ്പോൾ കാരണം അതിൻ്റെ ഉള്ളിൽ കൈ വിരലിട്ടതാണ് കേട്ടോ. അപ്പോൾ ആ കാട്ടിയത് നിങ്ങൾ കാണുന്നുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കൈ ഇട്ടാൽ മുറിയാവുമെന്ന് അവളോട് പറഞ്ഞാൽ അവൾ കേൾക്കുമോ? അപ്പോൾ അവൾക്ക് കണ്ടതൊക്കെ തൊടണം. അങ്ങനെ അവളായിട്ട് ഞാനിങ്ങനെ നടക്കുമ്പോൾ അവൾക്ക് അപ്പോൾ ഞാനതിങ്ങനെ അത് പി ചെല്ലണമാണ് കേട്ടോ. അത് 6 ഉണ്ട്. അതിനകത്ത് 5 ദിറംസ് അങ്ങനെ എന്തോട്ടുള്ളൂ. പിന്നെ കുറച്ച് ബോൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇക്കരോട് പറഞ്ഞ് കളറിൻ്റെ ബോൾ വാങ്ങിയാലോ. അപ്പോൾ ഇക്ക പറഞ്ഞാൽ അതൊന്നും ഇപ്പോഴല്ലടി വാങ്ങുക, അതൊക്കെ അവൾ സംസാരിക്കാനാകുമ്പോഴാടി വാങ്ങുക, എന്നാലും അവൾക്ക് ആ കളേഴ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പോൾ അവൾക്ക് ആ ബോൾ എത്തിച്ച് തൊടിട്ട് അവൾക്ക് അതൊക്കെ ഒരു എന്താ പറയുക, ഒരു കൗതുകമായി തോന്നുന്നുണ്ടാവും. അങ്ങനെ ഞാനും അവളും കൂടിയിട്ട് ഇങ്ങനെ നടക്കുന്നിട്ടാ. അപ്പോൾ ഇക്ക് പറഞ്ഞു എനിക്ക് വീഡിയോ എടുത്തുമ്പോൾ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല എന്തായാലും അവളന്ന് കുറച്ച് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അവളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം പറഞ്ഞു. അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്തെത്തിയപ്പോൾ വേറെ ഒന്ന് കാണുന്നു വെജിറ്റബിൾസിൻ്റെ. അപ്പോൾ അതും അവൾക്ക് തൊടണം പിടിക്കണം എന്നായപ്പോൾ അതും ഞാൻ ഓക്കെ പറഞ്ഞിട്ടാ. അങ്ങനെ അവിടെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാനിതാ കുറച്ച് ഭാഗമായിട്ട് ഞങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ. പിന്നെ അവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻജുമിനോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ അവിടെ നിൽക്കുക നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ അവിടെ ഒക്കെ നിർത്തി. ഷോപ്പിൽ കണ്ടതൊക്കെ ഞാൻ എൻ്റെ ട്രോളിൽ വലിച്ചിട്ടിട്ടാണ്. അപ്പോഴാണ് ഇക്കയാണ് കേട്ടോ ഇതിൻ്റെ ബുദ്ധി പറഞ്ഞതെന്ന് ഈ സാധനം മേടിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ആ ഒരു ടോയ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചാൽ നമ്മൾ പറയുന്നത് ഇങ്ങോട്ട് തിരിച്ച് കേൾക്കൂട്ടോ. പിന്നെ അവിടെ കുറച്ച് ബേബീസിൻ്റെ ഐറ്റംസിൻ്റെ അവിടെയൊക്കെ ഞാൻ നോക്കിയിട്ട് എങ്ങനെയാണ് പ്രൈസ് വരുന്നത് എന്താണെന്നൊക്കെ. അപ്പോൾ ഇവിടെ നോർമലി പ്രൈസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, മോക്കുള്ള ഓരോ കാര്യങ്ങൾ ഫുഡ് കൊടുക്കാനുള്ള സ്പൂണ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ വീണ്ടും കുറച്ച് പാത്രത്തിൻ്റെ സെക്ഷനിലേക്ക് എത്തിയപ്പോൾ ഇക്ക പറഞ്ഞു ഇനി പാത്രമൊന്നും വാങ്ങില്ല നമുക്ക്. അപ്പോൾ ഞാൻ നാട്ടിൽ പോയപ്പോൾ എൻ്റെ ഒരുപാട് എന്താ പറയുക പാത്രങ്ങളും സാധനങ്ങളും മിസ്സായിട്ടുണ്ട് കേട്ടോ. കാരണം ഇവർ അങ്ങോട്ട് മാറുക അപ്പുറത്തേക്ക് മാറുക പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതിൽ നമ്മളെ കുറേ പാത്രങ്ങൾ മിസ്സായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ് മിസ്സായിട്ടുണ്ട്. ഞാൻ ഇക്കനോട് പറഞ്ഞു എൻ്റെ പോയ പാത്രമൊക്കെ വേണം പറഞ്ഞു. അപ്പോൾ ഇക്ക അവിടുന്ന് തല്ലുകൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടുന്ന് പോയത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് എന്താ പറയുക പ്ലേറ്റ്സ്, അതുപോലെ ബോട്ടിൽസ് ഒന്നും ഇല്ല കേട്ടോ. ഉപ്പാടെ റൂമിൽ നിൽക്കുന്ന കാരണം നമ്മുടെ ബോട്ടിലും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി അതൊക്കെ A to Z വാങ്ങിയിട്ട് വേണം കേട്ടോ. കാരണം ഞാൻ കണ്ടിന്യൂ ഒരു 5 മന്തോളം നാട്ടിലായില്ലേ, അത് കാരണമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ നമ്മൾ ഓരോന്ന് ഇനിയിപ്പോൾ റൂമിലേക്ക് മാറുമ്പോൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക്. പിന്നെ എന്താ പറയുക, ഞാൻ അവിടുന്ന് കുറേ ബോട്ടിൽസും കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് മല്ലി മുളക് അങ്ങനത്തെ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റിയ ഒരുപാട് ബൗളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ബൗളൊന്നും വാങ്ങിയില്ല. അപ്പോൾ എൻജുമ്മി ആണെങ്കിലോ
കുറച്ച് കയ്യിൽ കയറണം, കുറച്ച് എടുക്കണം, കുറച്ച് നടക്കണം, അങ്ങനെയാണ് കേട്ടോ അവൾ. പിന്നെ ഞങ്ങൾ ക്ലാസ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലാസ് എനിക്ക് വേണ്ടത് കപ്പ് ഷേപ്പിലുള്ള ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആകെ 3 പീസാണ് കേട്ടോ പ്രൈസ് വരുന്നത്. നമുക്ക് 6 പീസിൻ്റെ സെറ്റ് കിട്ടുകയാണെങ്കിൽ അത് പ്രൈസ് കുറവിന് കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത്. അപ്പം ഞങ്ങളിതാ സാധനം വാങ്ങി പോവുകയാണ് കേട്ടോ. ഈ 2 ഐറ്റംസാണ് കേട്ടോ വാങ്ങിയത്. 20 ദിർഹംസാണ് കേട്ടോ അവിടെ ബില്ലായത്. അങ്ങനെ അതാ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻജുമിൻ്റെ വീഡിയോസ് ആണെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.